ഹായ് ഓൾ. ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്ലീസ് എൻ്റെ ഈ വീഡിയോ കാണാതെ പോകരുത്. അല്ലേ, നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിട്ടായിരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ആഗ്രഹം എന്താണ്, നമുക്കൊരു ഇൻകം കിട്ടണം, അല്ല യൂട്യൂബിൽ നിന്ന് നമുക്കൊന്ന് ഒരുപാട് പൈസ കിട്ടണം എന്ന് ആഗ്രഹത്തിലായിരിക്കും ഞാൻ ഉൾപ്പെടെ പലരും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടാവുക. അല്ലേ, കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വീഡിയോ ഇട്ടു, അതിൽ എന്താ പറയുക 1K സബ്സ്ക്രൈബറായി, അതുപോലെ തന്നെ 4000 വാച്ച് അവേഴ്സായി എന്നെല്ലാം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കും നമ്മൾ വീഡിയോ ഇടുക. പക്ഷേ ഓരോ വീഡിയോ ഇടുമ്പോഴും വെറും 50 വ്യൂസ്, 100 വ്യൂസ്, 25 വ്യൂസ്, 10 വ്യൂസ് അങ്ങനെയെല്ലാമായിരിക്കും നമ്മുടെ വീഡിയോയിൽ വ്യൂസ് ഉണ്ടാവുക. പക്ഷേ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടല്ലേ. നമുക്ക് ഒരുപാട് ഇൻകം കിട്ടണം, ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നായിരിക്കും നമ്മുടെ ആഗ്രഹം. അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്ന് തീരുമാനിച്ചെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ മൈൻഡിൽ ഒരുപാട് ഇമാജിനേഷൻ ആയിരിക്കുമല്ലേ വരാം. എനിക്ക് 1K സബ്സ്ക്രൈബർ ആവും, എനിക്കൊരുപാട് പൈസ ഇതിൽ കിട്ടും എന്നെല്ലാം നമ്മൾ ആഗ്രഹിച്ചിട്ടായിരിക്കും യൂട്യൂബ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ പ്ലീസ് ഈ വീഡിയോ എന്തായാലും നിങ്ങൾ കാണണം. നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ദിവസമോ അല്ലെങ്കിൽ ഒരു 2-3 മാസം കഴിഞ്ഞ് നമുക്ക് പൈസ കിട്ടുമെന്ന് ആരും വിചാരിക്കേണ്ട. യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് നമ്മൾ നല്ലോണം അധ്വാനിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ക്യാഷ് കിട്ടൂ. അതുപോലെ തന്നെ നമ്മളിടുന്ന വീഡിയോസ് നല്ലൊരു കണ്ടൻറ്റ് വീഡിയോസ് ആവണം. അതുപോലെ തന്നെ ആൾക്കാർ ഇഷ്ടപ്പെടണം വീഡിയോസ്. ഇതുപോലെ തന്നെ 1K സബ്സ്ക്രൈബർ, 4000 വാച്ച് അവേഴ്സ് എല്ലാം അത്യാവശ്യമാണ് യൂട്യൂബ് ചാനൽ, അല്ലേ? എന്നാൽ മാത്രമേ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവും. ഇനി മോണിറ്റൈസേഷൻ ആയാലോ $100 ആവണം. അതിന് നമ്മൾ നല്ലോണം കഷ്ടപ്പെടണം $100 ആവാൻ. അങ്ങനെ ഓരോ മാസവും $100 ആയാലേ നമുക്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് വരും. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഫസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, ഒരു കുക്കിംഗ് ചാനലായിരുന്നു, അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. രണ്ടാമതൊരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങി, മദർ നെസ്റ്റ് എന്നായിരിക്കും യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഈ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അത് നല്ലോണം കഷ്ടപ്പെട്ട് വീഡിയോസ് ഇട്ടു. അങ്ങനെ മോണിറ്റൈസേഷനായി. അങ്ങനെ എനിക്ക് $100 വന്നു. അങ്ങനെ $100 എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. എനിക്ക് ആദ്യത്തെ യൂട്യൂബ് മണി കിട്ടി. അങ്ങനെ യൂട്യൂബ് മണി കിട്ടി ഒരു 2-3 ദിവസത്തിന് ശേഷം എൻ്റെ യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ റീയൂസ്ഡ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രശ്നം വന്നു. അങ്ങനെ എൻ്റെ മോണിറ്റൈസേഷൻ കട്ടായി. ഇതാണ് എൻ്റെ രണ്ടാമത്തെ യൂട്യൂബ് ചാനലിൻ്റെ അവസ്ഥ. ഇപ്പോൾ മൂന്നാമത്തെ യൂട്യൂബ് ചാനലാണ് ഇത്. ഞാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടായിരിക്കും ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം എനിക്കും എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവും. എന്നിട്ട് $100 പെട്ടെന്ന് ആവുമെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത്. വെറും 0.6 അല്ലെങ്കിൽ 0.2 എങ്ങനെയാണ് ഡോളർ കയറി വരുന്നത്. എൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനെയാണ് വന്നിരുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരാണെങ്കിൽ ക്ഷമ അത്യാവശ്യമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്ഥിരത വേണം. നമ്മളിപ്പം ഇന്ന് വീഡിയോ ഇട്ടു, ഇനി ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഇടുന്നു, പിന്നെ ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ വീഡിയോ ഇടാതെ ഒരു എന്താ പറയുക, തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നൊന്നും ഇൻകം എന്തായാലും വരില്ല. പിന്നെ അതിനനുസരിച്ചിട്ട് നമ്മുടെ വീഡിയോ ക്ലാരിറ്റി വേണം. അതുപോലെ തന്നെ നല്ലൊരു കണ്ടൻറ്റ് ആവണം. ഇതെല്ലാം ആണെങ്കിൽ നമുക്ക് നമ്മുടെ കാണുന്നവർ വ്യൂവേഴ്സ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു, അങ്ങനെ അവർ ഷെയർ ചെയ്ത് നമ്മൾ പെട്ടെന്ന് 1Kയും പെട്ടെന്ന് മോണിറ്റൈസേഷനെല്ലാം ആയാൽ ഒരു പക്ഷേ നമുക്ക് 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിലെല്ലാം നമുക്ക് ഇൻകം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മുടെ സാധാരണക്കാരുടെ ചാനലാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും എന്താ പറയുക, ഒരു മോണിറ്റൈസേഷൻ ആവും എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. നല്ലോണം കഷ്ടപ്പെടണം, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പം ഇനി ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം ക്ഷമ വേണം. അതുപോലെ തന്നെ വീഡിയോസ് തുടർച്ചയായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഇത്രയെല്ലാമാണ് എനിക്ക് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നവരോട് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.